ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. നമ്മൾ ഇനി മുതൽ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സെന്റൻസുകൾ, അതായത് നമ്മുടെ സ്ഥിരമായിട്ട് നമ്മുടെ കോൺവെർസേഷനിലെല്ലാം കടന്നു വരാവുന്ന രീതിയിലുള്ള സെന്റൻസുകളാണ് ഇനിയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. നമ്മൾ സാധാരണ ഇപ്പോൾ ഒരു കറണ്ട് ബില്ല് അടയ്ക്കാനുണ്ട്, ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കാനുണ്ടെങ്കിലെല്ലാം നമ്മൾ എന്താ ചെയ്യുക? എന്തൊരു ബില്ലാവട്ടെ അതിന് ലാസ്റ്റ് ഡേറ്റ് എന്നാണ് ആദ്യം നോക്കുക, അല്ലെ? സാധാരണ നമ്മൾ ചോദിക്കാറുണ്ട്, അല്ലെ? എന്നാണ് ബില്ലടയ്ക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് സാധാരണ ചോദിക്കുന്നതല്ലേ? അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക? വെൻ ഇസ് ദ ലാസ്റ്റ് ഡേ ടു പേ ദ ബിൽ? എങ്ങനെയാ ചോദിക്കുക? വെൻ ഇസ് ദ ലാസ്റ്റ് ഡേ ടു പേ ദ ബിൽ? എന്റെ കൂടെ ഒന്ന് പറഞ്ഞു നോക്കുക. വെൻ ഈസ് ദ ലാസ്റ്റ് ഡേ ടു പേ ദ ബിൽ? ഇല്ലേ, ചോദിക്കാറില്ലേ? ഇതേപോലെ തന്നെ നമ്മൾ പറയാറുണ്ട്, എന്നാണ് ഫീ അടയ്ക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ്? എങ്ങനെയൊന്ന് പറഞ്ഞു നോക്കിയേ. വെൻ ഈസ് ദ ലാസ്റ്റ് ഡേറ്റ്? അതാണ് അതിന്റെ ഒരു ഫോമാറ്റ് കേട്ടോ. എങ്ങനെയാണ്? വെൻ ഈസ് ദ ലാസ്റ്റ് ഡേറ്റ്. പിന്നെ എന്താണോ നമ്മൾ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് അതിന്റെ മുന്നിൽ ടു ചേർത്തിട്ട് വേർബിന്റെ ഫസ്റ്റ് ഫോം ചേർക്കുക. ഫസ്റ്റ് സെന്റൻസിൽ നമ്മൾ പറഞ്ഞില്ലേ, ടു പേ ദ ബിൽ. കണ്ട, ടു പേ ദ ബിൽ. അതുപോലെ തന്നെ ഫീ അടയ്ക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എങ്ങനെയാ പറയാ? വെൻ ഇസ് ദ ലാസ്റ്റ് ഡേ ടു pay the fee? എങ്ങനെയാ പറയാ? When is the last day to pay the fee? When is the last day to pay the fee? ഇതേപോലെ നമ്മൾ ചോദിക്കുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, അല്ലെ? നമ്മൾ ചോദിക്കാറുണ്ട്, ഇപ്പോ ഈ എക്സാമിന് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്നാ ചോദിക്കാറില്ല. ഇപ്പൊ PSC ഒക്കെ വിളിക്കുന്ന സമയത്ത് നമ്മൾ ലാസ്റ്റ് ഡേറ്റ് വരാൻ വേണ്ടി കാത്തുക്കുക, അല്ലെ? ലാസ്റ്റ് ഡേറ്റ് എന്നാന്ന് ആദ്യം ചോദിക്കുക. അപ്പോ നമ്മൾ ചോദിക്കും, വെൻ ഈസ് ദ ലാസ്റ്റ് ഡേ ടു അപ്ലൈ ഫോർ ദ എക്സാം? എങ്ങനെയാ ചോദിക്കുക? വെൻ ഈസ് ദ ലാസ്റ്റ് ഡേ ടു അപ്ലൈ ഫോർ ദ എക്സാം? വൺസ് മോർ, വെൻ ഈസ് ദ ലാസ്റ്റ് ഡേ ടു അപ്ലൈ ഫോർ ദ എക്സാം? യെസ്, വെരി ഗുഡ്. അപ്പൊ ആ ഒരു ഫോമാറ്റ് പിടികിട്ടിയാൽ ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആ ഒരു കോണ്ടെക്സ്റ്റ് അവിടെ കൊണ്ടുവരാം. എന്നിട്ട് നിങ്ങൾ അതുപോലെ സംസാരിക്കുക കേട്ടോ. അപ്പൊ നിങ്ങളൊരു സെന്റൻസ് സ്വന്തമായിട്ടൊന്ന് പറഞ്ഞു നോക്കിയേ. വെൻ ഈസ് ദ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തമായിട്ടൊരു സെന്റൻസ് പറഞ്ഞു നോക്കുക. എന്നിട്ട് ലെറ്റ് മീ നോ ഇൻ ദ കമന്റ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. നമ്മൾ സാധാരണ പറയാറില്ലേ, അവന് ദുബായിലോട്ടൊന്നും പോവാൻ പറ്റുന്നുണ്ടാവില്ല. നമ്മളൊരു പ്രെഡിക്റ്റ് ചെയ്യാണ്, അവന് ദുബായിലോട്ടൊന്നും അവന് പോവാൻ പറ്റുന്നുണ്ടാവില്ല. നമ്മൾ പറയുന്ന കാര്യം, അല്ലെ? അതേപോലെ നമ്മൾ പറയുന്നു, അവൾക്ക് ചിലപ്പോ ആ ഒരു പാർട്ടി എൻജോയ് ചെയ്യാനൊന്നും പറ്റുന്നുണ്ടാവില്ല, അവൾക്ക് ആ എക്സാം എഴുതാൻ പറ്റുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ എക്സാം എഴുതാൻ കഴിഞ്ഞേക്കില്ല എന്നുള്ള രീതിയിൽ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തുകൊണ്ട് പറയാറുണ്ട്, അല്ലെ? ചിലപ്പോ അതിന് നമ്മൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാ? അതിന്റെ ഒരു ഫോമാറ്റ് എന്ന് പറയുന്നത്, നമ്മൾ പറയാ, അവന് ദുബായിലോട്ട് പോവാൻ പറ്റുന്നുണ്ടാവില്ല. എങ്ങനെയാ പറയാ? He might not be able to. ഏതാണ് ആ ഫോം വരുന്നത്? He might not be able to എന്നാണ് അതിന്റെ ഫോം വരിക. എന്നിട്ട് എന്താണോ കാര്യം അത് പറയാ കേട്ടോ. അപ്പൊ അവന് ദുബായിലോട്ട് പോകാൻ പറ്റുന്നുണ്ടാവില്ല. He might not be able to go to Dubai. എങ്ങനെയാ പറയാ? He might not be able to go to Dubai. Once more, he might not be able to go to Dubai. Yes, good. അതേപോലെ അവൾക്ക് ആ എക്സാം എഴുതാൻ കഴിയുന്നുണ്ടാവില്ല. എങ്ങനെയാന്ന് പറഞ്ഞു നോക്കിയേ. അവൾക്ക് എന്നാ പറഞ്ഞത്, അപ്പൊ അവിടെ സെന്റൻസ് എന്താണ്? ഷീ എന്നായിട്ട് മാറൂലേ? ഷീ ബാക്കി അതുപോലെ പറയാ, might not be able to. എങ്ങനെയാ പറയാ? She might not be able to write the exam. എങ്ങനെയാ പറയാ? She might not be able to write the exam. How we can say? She might not be able to write the exam. Very good. പിന്നെ എനിക്ക് ആ ഇന്റർവ്യൂവിന് പങ്കെടുക്കാൻ പറ്റുന്നുണ്ടാവില്ല. നമ്മൾ പറയാണ്, ഇന്റർവ്യൂ ആ ഒരു ഡേറ്റിലാണ് വെച്ചിട്ടുള്ളത്, അതുകൊണ്ട് എനിക്ക് ആ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ പറ്റുന്നുണ്ടാവില്ല എന്ന് പറയില്ലേ? എങ്ങനെയാ പറയാ? എനിക്ക് എന്നാണല്ലേ. സോ നമുക്ക് പറയാം, I might not be able to attend the interview. എങ്ങനെയാ പറയാ? I might not be able to attend the interview. Once more, I might not be able to attend the interview. Very good, very good. അതേപോലെ സാധാരണ നമ്മൾ പറയാറുണ്ട്, എനിക്ക് ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ കഴിയുന്നു തോന്നുന്നില്ല, അല്ലെങ്കിൽ
എനിക്ക് ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റുന്നുണ്ടാവില്ല, അന്ന് എനിക്ക് വേറെ പരിപാടി ഉണ്ട്, പറയാറില്ലേ? സാധാരണ പറയാറുള്ളതാണ് അല്ലേ? നമുക്ക് പറയാം I might not be able to attend the program. എങ്ങനെയാ പറയാ? I might not be able to attend the program. How we can say? I might not be able to attend the program. Very good, very good. ഇതുപോലെ നിങ്ങൾ എന്തെങ്കിലും പ്രിഡിക്റ്റ് ചെയ്ത് പറയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിലുള്ള ഒരു കാര്യം വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഐ മൈറ്റ് നോട്ട് ബി ഏബിൾ ടു എന്ന് വെച്ചൊരു സെന്റൻസ് കമന്റ് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് നമുക്ക് നോക്കാം. ചില കാര്യങ്ങളുണ്ടല്ലോ, നമ്മളുടെ എന്താണ് പെട്ടെന്നുള്ള ഒരു വികാരത്തിന്റെ പുറത്ത് അല്ലെങ്കിൽ ആ ഒരു ആവേശത്തിന്റെ പുറത്ത് നമ്മൾ എടുത്തു ചാടി ചെയ്യൂലേ? ചെയ്തതിന് ശേഷം നമ്മൾ ആലോചിക്കും, ഷോ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. നമ്മൾ റിഗ്രറ്റ് ചെയ്യൂലേ? നമുക്കൊരു കുറ്റബോധം തോന്നാറുണ്ട് അല്ലെ? ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു തോന്നാറില്ലേ? അതിന് ഒരു രീതിയുണ്ട്. എങ്ങനെയാ പറയാ? നമ്മൾ പറയും shouldn't have എന്ന് തുടങ്ങിയിട്ടാ പറയാ. എങ്ങനെയാണ് പറയാ? shouldn't have കഴിഞ്ഞാൽ പിന്നെ V3 ഫോം യൂസ് ചെയ്യാം, വേർബിന്റെ V3 ഫോം. ഇപ്പൊ സെന്റൻസ്, അവന് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, അവനെ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. എങ്ങനെയാ പറയാ? ഹി അവനായത് കൊണ്ട് ഹി, പിന്നെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നാ പറഞ്ഞത് അല്ലെ? shouldn't have done ചെയ്യാനല്ലേ? സോ ഡു എന്നുള്ളതിന്റെ V3 ഫോം ഡൺ. ഹി shouldn't have done like that. അവൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. എങ്ങനെയാ പറയാ? ഹി shouldn't have done like that. അവൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഹി shouldn't have done like that. അവള് അവനെ വിളിക്കാൻ പാടില്ലായിരുന്നു, അവൾ അവനെ വിളിക്കാൻ പാടില്ലായിരുന്നു. എങ്ങനെയാ പറയാ? അവളാണ് ഇവിടുത്തെ സബ്ജക്റ്റ് അല്ലെ? സോ ഷീ shouldn't have. എങ്ങനെയാ പറയാ? ഷീ shouldn't have. ഇവിടുത്തെ വേർബ് എന്താ? വിളിക്കുക എന്നുള്ളതാണ്. വിളിക്കുക എന്നുള്ളതിന് കോൾ എന്ന് പറയൂലേ? കോളിന്റെ മൂന്നാമത്തെ ഫോം കോൾഡ് ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പൊ ആ സെന്റൻസ് ഒന്ന് പറഞ്ഞു നോക്കിയേ. ഷീ shouldn't have called him. ഷീ shouldn't have called him. എങ്ങനെയാ പറയാ? ഷീ shouldn't have called him. അവള് അവനെ വിളിക്കാൻ പാടില്ലായിരുന്നു. പിന്നെ നമ്മൾ പറയാറുണ്ട്, ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. നമ്മൾ സാധാരണ ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞതിന്റെ ശേഷം നമ്മൾ പറയും, ഞാൻ നിന്നോട് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു അല്ലേ? പറയാറില്ലേ? സോ നമുക്ക് പറയാം ഐ shouldn't have ടെൽ. പറയാ എന്നുള്ളതിന് ടെൽ അല്ലെ? ടെല്ലിന്റെ മൂന്നാമത്തെ ഫോം ടോൾഡ് എന്ന് പറയും. ഐ shouldn't have told like that. ഞാന് നിന്നോടത് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. എങ്ങനെയാ വരിക? ഐ shouldn't have told you like that. Once more, I shouldn't have told you like that. ഞാൻ നിന്നോട് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. I shouldn't have told you അല്ലെങ്കിൽ said എന്ന് പറയാം കേട്ടോ. സേന്റെ മൂന്നാമത്തെ ഫോം said. അത് വെച്ചൊന്ന് പറഞ്ഞു നോക്കിയേ. I shouldn't have said to you like that. നിന്നോട് ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അതേപോലെ നമ്മൾ പറയില്ലേ, ഞാന് അവനോട്, അല്ലെങ്കിൽ നമ്മൾ പറയാണ് അവന് അമ്മയോട് അങ്ങനെ പെരുമാറാൻ പാടില്ലായിരുന്നു. നമ്മൾ പറയാണ് എന്തെങ്കിലും റൂഡായി പെരുമാറുന്നത് കണ്ടാൽ നമ്മൾ പറയാം അവനവന്റെ അമ്മയോട് അങ്ങനെ പെരുമാറാൻ പാടില്ലായിരുന്നു അല്ലെ? പറയില്ലേ? അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഹി shouldn't have. പെരുമാറുക എന്നുള്ളതിന് ബിഹേവ് എന്നാ പറയാ കേട്ടോ. അപ്പൊ അതിന്റെ V3 ഫോം ബിഹേവ്ഡ്. അപ്പോ എങ്ങനെയാ പറയാ? ഹി shouldn't have behaved his mother like that. അവൻ അവന്റെ അമ്മയോട് അങ്ങനെ പെരുമാറാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞു നോക്കിയേ. ഹി shouldn't have behaved his mother like that. He shouldn't have behaved his mother like that. ഓക്കെ, മനസ്സിലായല്ലോ? ഇതുപോലെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവും, എല്ലാവരുടെ ലൈഫിലും ഉണ്ടായിട്ടുണ്ടാവും അല്ലെ? അങ്ങനെ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? shouldn't have എന്നുള്ള ഫ്രേസ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ആദ്യം പറയുക, എന്നിട്ട് എനിക്കൊന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക കേട്ടോ. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ വേറെ രീതിയിലുള്ള പ്രയോഗങ്ങളുമായിട്ട് ഞാൻ വരുന്നതാണ്. അതുവരേക്കും ഗുഡ് ബൈ.